നമസ്കാരം. സിറ്റി ചാനൽ ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്ത. പടന്നയിലെ ശൈശവ വിവാഹത്തിൽ ബാലാവകാശ കമ്മീഷന്റെ ഇടപെടൽ. പെൺകുട്ടിയെ സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറ്റണമെന്ന പരാതി പരിഗണിക്കാൻ ബാലാവകാശ കമ്മീഷൻ DGPക്ക് നിർദ്ദേശം നൽകി. നിയമസഭാ തെരഞ്ഞെടുപ്പ്. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ച മാതൃകാ പെരുമാറ്റച്ചട്ടം അവസാനിച്ചു. മഞ്ചേശ്വരത്ത് കെട്ടിവെച്ച തുക നഷ്ടപ്പെട്ട് CPIM. ആകെ പോൾ ചെയ്ത വോട്ടിന്റെ 1/6 കിട്ടാത്തവർക്കാണ് കെട്ടിവെച്ച തുക നഷ്ടമാവുക. അന്താരാഷ്ട്ര നഴ്സസ് വാരാഘോഷം കാസർഗോഡ് ജില്ലയിൽ ആരംഭിച്ചു. മെയ് 5 മുതൽ 12 വരെയാണ് വിവിധ പരിപാടികളോടെ ജില്ലയിൽ വാരാഘോഷ പരിപാടികൾ നടക്കുന്നത്. UDFിലെ സന്ദീപ് വാര്യരുടെ തെരഞ്ഞെടുപ്പ് വിജയാഹ്ലാദത്തിന്റെ മറവിൽ തൃക്കരിപ്പൂർ തങ്കയത്തെ CPM ഓഫീസായ EK നായനാർ മന്ദിരത്തിന് നേരെയുണ്ടായ അക്രമത്തിൽ പ്രതിഷേധിച്ച് LDFന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടത്തി. അപകടത്തുരുത്തായി മഞ്ചേശ്വരം ബീച്ച്. 3 ആഴ്ചയ്ക്കിടെയുണ്ടായത് 2 മരണം. കേരള ബാസ്കറ്റ്ബോൾ അസോസിയേഷൻ നടത്തുന്ന സംസ്ഥാന യൂത്ത് ബാസ്കറ്റ്ബോൾ ചാമ്പ്യൻഷിപ്പ് അലാമിപ്പള്ളി ഇൻഡോർ സ്റ്റേഡിയത്തിൽ ആരംഭിച്ചു. ഉദ്ഘാടന മത്സരത്തിൽ കാസർഗോഡ് ജില്ലയുടെ ആൺകുട്ടികളുടെ ടീം 9-നെതിരെ 61 പോയിന്റ് നേടി വയനാടിനെ തോൽപ്പിച്ചു. വാർത്തകൾ വിശദമായി. പടന്നയിലെ ശൈശവ വിവാഹത്തിൽ ബാലാവകാശ കമ്മീഷന്റെ ഇടപെടൽ. പെൺകുട്ടിയെ സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറ്റണമെന്ന പരാതി പരിഗണിക്കാൻ ബാലാവകാശ കമ്മീഷൻ DGPക്ക് നിർദ്ദേശം നൽകി. കേസിൽ വരൻ ഉൾപ്പെടെ 3 പ്രതികളും ഒളിവിലാണ്. ഏപ്രിൽ 13-നാണ് പടന്ന എടച്ചാക്കൈ അഴീക്കൽ ജുമാ മസ്ജിദിൽ 16-കാരിയെ 28-കാരന് വിവാഹം ചെയ്തു നൽകിയത്. പടന്ന എടച്ചാക്കയിലെ ശൈശവ വിവാഹ കേസിലാണ് ഇപ്പോൾ ബാലാവകാശ കമ്മീഷന്റെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. ശൈശവ വിവാഹത്തിന് ഇരയായ പെൺകുട്ടിയെ സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറ്റണമെന്ന പരാതി പരിഗണിക്കണമെന്ന് DGPയോട് ബാലാവകാശ കമ്മീഷൻ ആവശ്യപ്പെട്ടു. പെൺകുട്ടി നിലവിൽ ശൈശവ വിവാഹം നടത്തുവാൻ കൂട്ടുനിന്ന രക്ഷിതാക്കൾക്കൊപ്പമാണ്. ഇത് നിയമവിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടി അഭിഭാഷകനായ കുളത്തൂർ ജയ്സിംഗ് ആണ് DGPക്ക് പരാതി നൽകിയത്. എത്രയും പെട്ടെന്ന് പെൺകുട്ടിയെ സർക്കാരിന്റെ സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറ്റണമെന്നാവശ്യപ്പെട്ട് ലഭിച്ച പരാതിയാണ് തുടർ നടപടികൾക്കായി സംസ്ഥാന പോലീസ് മേധാവിക്ക് അയച്ചത്. ബാലവിവാഹം നടത്തിക്കൊടുത്ത ആളുകളുടെ കൂടെ തന്നെയാണ് ഇപ്പോൾ കുട്ടി താമസിക്കുന്നത്. അത്തരം കാര്യങ്ങൾ നിയമപരമായി ഒരിക്കലും അംഗീകരിക്കുവാൻ കഴിയുന്നതല്ല. സർക്കാരിന്റെ സംരക്ഷണയിൽ കുട്ടിയെ മാറ്റുന്നതിന് വേണ്ടി ജില്ലാ കളക്ടറോ അതോ ജില്ലാ ഭരണകൂടമോ ഇതുവരെ യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല. കുട്ടിയുടെ സ്വതന്ത്രമായ മൊഴി ഈ കേസിൽ വളരെ പരമപ്രധാനമായിട്ട് ഉള്ളതാണ്. അത്തരം കാര്യങ്ങളിലേക്ക് പോലീസ് കൃത്യമായി പോകുന്നില്ല. ഒരു പ്രിലിമിനറി കുട്ടിയുടെ ഒരു മൊഴി രേഖപ്പെടുത്തി 4 ആളുകൾ ഈ കേസിന്റെ അകത്ത് ഉൾപ്പെടുത്തി എന്ന് മാത്രമാണ് ഇപ്പോൾ നമുക്ക് അറിയുവാൻ കഴിയുന്നത്. അത്തരം കാര്യങ്ങളല്ല ചെയ്യാനുള്ളത്. ഇനിയും 10ഓളം പ്രതികൾ തന്നെ ഈ കേസിൽ വരാനുണ്ട്. ആ വരാനുള്ള പ്രതികളുടെ സംരക്ഷണയിലാണ് ഇപ്പോൾ കുട്ടി താമസിക്കുന്നത്. അത്തരം കാര്യങ്ങൾ നിയമപരമായി പരിശോധിക്കുവാൻ പോലീസോ നിയമപരമായി പരിശോധിക്കുവാൻ ജില്ലാ ഭരണകൂടമോ ശ്രമിക്കാത്തത് കുറ്റവാളികളെ സംരക്ഷിക്കുന്നതിന് തുല്യമാണ്. ഇപ്പോൾ നഷ്ടപ്പെട്ട തെളിവുകളെല്ലാം തന്നെ നമുക്ക് തിരിച്ച് റിക്കവർ ചെയ്ത് കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. തെളിവ് നശിപ്പിച്ച ആളുകൾക്കെതിരെ ആ തെളിവ് നശിപ്പിക്കൽ വകുപ്പ് അനുസരിച്ച് തന്നെ മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. വിദേശത്ത് നിന്നും 1-ാം പ്രതിയെ അറസ്റ്റ് ചെയ്ത് കേരളത്തിൽ കൊണ്ടെത്തിച്ച് നിയമ നടപടിക്ക് വിധേയമാക്കേണ്ടതായിട്ടുണ്ട്. ഒളിവിൽ കഴിയുന്ന പ്രതികളെ കൃത്യതയോടുകൂടി തന്നെ കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. ഇനി കേസിൽ ഉൾപ്പെടുത്തുവാനുള്ള പ്രതികളെ അടിയന്തരമായി തന്നെ ഉൾപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങളിൽ വരുന്ന നെഗ്ലിജൻസ്, സർക്കാരിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന നെഗ്ലിജൻസ് വളരെ ഗുരുതരമാണ്. ജില്ലാ ഭരണകൂടം ഇത്തരം കാര്യങ്ങൾ മറച്ചു വെച്ചുകൊണ്ട് പ്രതികളെ സംരക്ഷിക്കുന്ന ഒരു നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇത്രയും സമയമായിട്ടും സർക്കാരിന്റെ സംരക്ഷണ മേഖലയിൽ ഈ കുട്ടിയെ മാറ്റുവാൻ നെഗ്ലിജൻസ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നേരത്തെ ശൈശവ വിവാഹം സംബന്ധിച്ച് അന്വേഷണം നടത്തിയ ബാലവിവാഹ നിരോധന ഓഫീസറുടെ റിപ്പോർട്ട് പരിഗണിച്ച് കോടതി നിർദ്ദേശപ്രകാരം പെൺകുട്ടിയുടെ ഭർത്താവ്, കുട്ടിയുടെ പിതാവ്, അഴീക്കാൽ ജുമാ മസ്ജിദ് സെക്രട്ടറി PK താജുദ്ദീൻ, വിവാഹം ചെയ്തു നൽകിയ ഖത്തീബ് റഹ്മത്തുള്ള എന്നിവർക്കെതിരെ ചന്ദേര പോലീസ് കേസെടുത്തിരുന്നു. ഖതീബിൽ നിന്നും മൊഴി എടുക്കുകയും ചെയ്തിരുന്നു. വിവാഹ നിശ്ചയം മാത്രമാണ് നടന്നതെന്ന പ്രചാരണത്തെ തള്ളി മതപരമായ വിവാഹം തന്നെയാണ് നടന്നതെന്ന മൊഴിയാണ് അദ്ദേഹം നൽകിയത്. കേസിൽ വരൻ ഉൾപ്പെടെയുള്ള പ്രതികൾ ഇപ്പോഴും ഒളിവിലാണ്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. നിയമസഭാ തെരഞ്ഞെടുപ്പ്. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ച മാതൃകാ പെരുമാറ്റച്ചട്ടം അവസാനിച്ചു.
കേരളം ഉൾപ്പെടെയുള്ള 4 സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരിയിലെയും നിയമസഭാ തെരഞ്ഞെടുപ്പ് നടപടികൾ പൂർത്തിയായ സാഹചര്യത്തിൽ നിലവിലുണ്ടായിരുന്ന മാതൃകാ പെരുമാറ്റച്ചട്ടം പിൻവലിച്ചതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ ഔദ്യോഗികമായി പ്രഖ്യാപിച്ച സാഹചര്യത്തിലാണ് പെരുമാറ്റച്ചട്ടം പിൻവലിച്ചത്. കേരളം, തമിഴ്നാട്, അസം, പശ്ചിമ ബംഗാൾ എന്നീ സംസ്ഥാനങ്ങളിലും പുതുച്ചേരിയിലുമാണ് പെരുമാറ്റച്ചട്ടം നീക്കിയത്. ഗുജറാത്ത്, കർണാടക, മഹാരാഷ്ട്ര, നാഗാലാൻഡ്, ത്രിപുര എന്നീ സംസ്ഥാനങ്ങളിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പുകളുമായി ബന്ധപ്പെട്ട പെരുമാറ്റച്ചട്ടവും ഇതോടെ അവസാനിച്ചു. പശ്ചിമ ബംഗാളിലെ 144 ഫാൽട്ട നിയമസഭാ മണ്ഡലത്തിൽ കമ്മീഷൻ പുതിയ വോട്ടെടുപ്പ് പ്രഖ്യാപിച്ചിട്ടുള്ളതിനാൽ ഇവിടെ മാത്രം പെരുമാറ്റച്ചട്ടം തുടരുന്നതാണ്. തെരഞ്ഞെടുപ്പ് ഷെഡ്യൂൾ പ്രഖ്യാപിച്ചതു മുതൽ നിലവിൽ വന്ന പെരുമാറ്റച്ചട്ടം നടപടിക്രമങ്ങൾ പൂർത്തിയായതോടെ അവസാനിച്ചതായി കേന്ദ്ര സംസ്ഥാന ചീഫ് സെക്രട്ടറിമാർക്കും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർമാർക്കും അയച്ച കത്തിൽ കമ്മീഷൻ വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മഞ്ചേശ്വരത്ത് കെട്ടിവച്ച തുക നഷ്ടപ്പെട്ട CPIM. ആകെ പോൾ ചെയ്ത വോട്ടിന്റെ 1/6 കിട്ടാത്തവർക്കാണ് കെട്ടിവച്ച തുക നഷ്ടമാവുക. മഞ്ചേശ്വരം മണ്ഡലത്തിൽ CPIM സ്ഥാനാർത്ഥി KR ജയാനന്ദയ്ക്ക് കെട്ടിവെച്ച തുക നഷ്ടമായി. ആകെ പോൾ ചെയ്ത വോട്ടിന്റെ 1/6 കിട്ടാത്തവർക്കാണ് കെട്ടിവെച്ച തുക നഷ്ടമാകുക. മഞ്ചേശ്വരത്ത് ഇത്തവണ ആകെ പോൾ ചെയ്ത വോട്ട് 1,87,888 ആണ്. LDF സ്ഥാനാർത്ഥിയായ CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം KR ജയാനന്ദയ്ക്ക് ലഭിച്ചത് 21,212 വോട്ടാണ്. 11.29% മാത്രമാണിത്. കെട്ടിവെച്ച തുക നഷ്ടമാകാതിരിക്കുവാൻ 31,314 വോട്ടുകൾ വേണ്ടിയിരുന്നു. UDF സ്ഥാനാർത്ഥി AKM അഷ്റഫിന് 96,958 വോട്ടാണ് ലഭിച്ചത്. ഇത് 51.6% വോട്ടാണ്. NDA സ്ഥാനാർത്ഥി K സുരേന്ദ്രന് 67,696 വോട്ടാണ് ലഭിച്ചത്. ഇത് ശതമാനക്കണക്കിൽ 36%. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുമ്പോൾ സ്ഥാനാർത്ഥികൾ കെട്ടിവയ്ക്കുന്നത് 10,000 രൂപയാണ്. 1987 CPIയുടെ A സുബ്ബറാവു, 1991 CPMലെ BM രാമയ്യ ഷെട്ടി, 1996 2001 CPMലെ M രാമണ്ണറൈ, 2006 CPMലെ CH കുഞ്ഞമ്പു എന്നിവർ ജയിച്ച മണ്ഡലമാണ് മഞ്ചേശ്വരം. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPMലെ VV രമേശൻ 40,639 വോട്ടുകൾ നേടിയിരുന്നു. ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. അന്താരാഷ്ട്ര നഴ്സസ് വാരാഘോഷം കാസർഗോഡ് ജില്ലയിൽ ആരംഭിച്ചു. മെയ് 5 മുതൽ 12 വരെയാണ് വിവിധ പരിപാടികളോടെ ജില്ലയിൽ വാരാഘോഷം നടക്കുന്നത്. അന്താരാഷ്ട്ര നഴ്സസ് വാരാഘോഷം കാസർഗോഡ് ജില്ലയിൽ ആരംഭിച്ചു. മെയ് 5 മുതൽ 12 വരെയാണ് വിവിധ പരിപാടികളോടെ നഴ്സസ് വാരാഘോഷം നടക്കുന്നത്. അമ്മയും കുഞ്ഞും ആശുപത്രിയിൽ ജില്ലാ നഴ്സിംഗ് ഓഫീസർ മിനി ജോസഫ് പതാക ഉയർത്തിയതോടുകൂടി പരിപാടികൾക്ക് തുടക്കം കുറിച്ചു. വാരാഘോഷം ദേശീയ ആരോഗ്യ ദൗത്യം കോൺഫറൻസ് ഹാളിൽ ജില്ലാ മെഡിക്കൽ ഓഫീസർ B സന്തോഷ് ഉദ്ഘാടനം ചെയ്തു. അതുമായിട്ട് നമ്മൾ എത്രത്തോളം നമ്മൾ അതുമായിട്ട് ബാലൻസ് ചെയ്യാൻ പറ്റുന്നതിൽ ഡിപ്പെൻഡ് ചെയ്യും. ഇല്ലെങ്കിൽ എന്നും സ്ട്രഗിൾ തന്നെയായിരിക്കും. അതിൽ കുറേ ഒരു 50% പാർട്ട് നമ്മുടെ കോൺഫിഡൻസും നമ്മുടെ നോളജും നമ്മുടെ എക്സ്പീരിയൻസും ഒക്കെ ഷെയർ ചെയ്യും. 50%. നെക്സ്റ്റ് 50% റിയൽ ചാലഞ്ചാണ്. ആ ചാലഞ്ച് നമ്മൾ എത്രത്തോളം നമ്മുടെ സിറ്റുവേഷൻ അനുസരിച്ച് നമ്മൾ വർക്ക് ചെയ്യുന്ന ഏത് സിറ്റുവേഷനാണ് ആ സിറ്റുവേഷനിൽ വരുന്ന ചാലഞ്ചസ്, ഡേ ടു ഡേ ചാലഞ്ചസ് ഉണ്ടാവും. കുറേയൊന്നും നമ്മുടെ പാർട്ടായിരിക്കില്ല. നമ്മുടെ പാട്ടൊക്കെ നമുക്ക് മോഡിഫൈ ചെയ്യാനൊക്കെ പറ്റും. കുറേ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ നമ്മുടെ വർക്ക് സാഹചര്യം അല്ലെങ്കിൽ നമ്മുടെ ടീമിൻ്റെ അല്ലേ. അമ്മയും കുഞ്ഞും ആശുപത്രി നഴ്സിംഗ് സൂപ്രണ്ട് A ലത അധ്യക്ഷത വഹിച്ചു. ഗവൺമെന്റ് സ്കൂൾ ഓഫ് നഴ്സിംഗ് പ്രിൻസിപ്പൽ CP കിപ് ജയപ്രകാശ് നഴ്സസ് ദിന സന്ദേശം നൽകി. കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രി സൂപ്രണ്ട് MP ജീജ, നഴ്സിംഗ് സൂപ്രണ്ട് C ലളിതാംബിക, പബ്ലിക് ഹെൽത്ത് നഴ്സിംഗ് സൂപ്പർവൈസർ സ്റ്റെല്ല ജോസഫ് എന്നിവർ സംസാരിച്ചു. ജില്ലാ നഴ്സിംഗ് ഓഫീസർ മിനി ജോസഫ് സ്വാഗതവും സീനിയർ നഴ്സിംഗ് ഓഫീസർ ബിനി രവീന്ദ്രൻ നന്ദിയും പറഞ്ഞു. തുടർന്ന് കാഷ്വാലിറ്റി എമർജൻസി മാനേജ്മെന്റ് എന്ന വിഷയത്തിൽ കാസർഗോഡ് ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർ VP ദിലീപ് ക്ലാസ് എടുത്തു. വൈകുന്നേരം വിളംബര ജാഥ കാഞ്ഞങ്ങാട് ടൗണിൽ വെച്ച് നടന്നു. വിവിധ സ്ഥാപനങ്ങളിലെ നഴ്സുമാരും നഴ്സിംഗ് വിദ്യാർത്ഥികളും പബ്ലിക് ഹെൽത്ത് നഴ്സുമാരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. UDFിലെ സന്ദീപ് വാര്യരുടെ തെരഞ്ഞെടുപ്പ് വിജയാഹ്ലാദത്തിന്റെ മറവിൽ തൃക്കരിപ്പൂർ തങ്കയത്തെ CPM ഓഫീസായ
EK നായനാർ മന്ദിരത്തിന് നേരെയുണ്ടായ അക്രമത്തിൽ പ്രതിഷേധിച്ച് LDFന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടത്തി. തൃക്കരിപ്പൂർ ടൗണിൽ നടന്ന പ്രതിഷേധ പ്രകടനത്തിൽ 100 കണക്കിന് പ്രവർത്തകർ പങ്കെടുത്തു. കക്കുന്നം തട്ടാർക്കടവ് റോഡിലുള്ള തങ്കയം CPM ഓഫീസിന് നേരെ രാത്രി പടക്കമെറിയുകയും ഓഫീസിലെ ഫർണിച്ചറുകൾ ഉൾപ്പെടെ നശിപ്പിക്കുകയും ചെയ്തിരുന്നു. UDFലെ ഒരു സംഘം നടത്തിയെന്നാരോപിക്കുന്ന അക്രമത്തിൽ പ്രതിഷേധിച്ചാണ് തൃക്കരിപ്പൂർ ടൗണിൽ LDFന്റെ നേതൃത്വത്തിൽ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചത്. LDF നേതാക്കളായ M രാമചന്ദ്രൻ, TV കുഞ്ഞികൃഷ്ണൻ, PA റഹ്മാൻ, TV ബാലകൃഷ്ണൻ, M ഗംഗാധരൻ, P സനൽ, VV കൃഷ്ണൻ, C ബാലൻ, E ബാലകൃഷ്ണൻ, AG ബഷീർ, MP ബിജീഷ്, TP ഉഷ, MV യൂസഫ് അലി, VV സുരേഷൻ എന്നിവർ നേതൃത്വം നൽകി. അക്രമ സംഭവത്തിലെ മുഴുവൻ പ്രതികളെയും ഉടൻ അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്ന് LDF തൃക്കരിപ്പൂർ പഞ്ചായത്ത് കമ്മിറ്റി അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. അപകടത്തുരുത്തായി മഞ്ചേശ്വരം ബീച്ച്. 3 ആഴ്ചയ്ക്കിടെ ഉണ്ടായത് 2 മരണം. ഇനിയും അപകടമുണ്ടാകാതിരിക്കാൻ അധികൃതരുടെ ഭാഗത്തു നിന്നും അടിയന്തര ഇടപെടൽ വേണമെന്ന ആവശ്യം ഉയരുന്നു. അപകടം തുടർക്കഥയാകുന്ന മഞ്ചേശ്വരം കുണ്ടുകുളക്കെ ബീച്ചിൽ സുരക്ഷാ സംവിധാനം ഒരുക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. മഞ്ചേശ്വരത്തെ പ്രധാന ബീച്ചുകളിലൊന്നാണ് കുണ്ടുകുളക്കെ. വർഷങ്ങളായി വൈകുന്നേരങ്ങളിൽ ഉല്ലാസത്തിനും അവധി ആഘോഷങ്ങൾക്കും മറ്റുമായി നിരവധി പേരാണ് ഇവിടെ എത്തുന്നത്. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും കൂടാതെ കർണാടക അതിർത്തി ഗ്രാമങ്ങളിൽ നിന്നുമെല്ലാം ആളുകൾ ഇവിടെ എത്തുന്നു. എന്നാൽ മതിയായ സുരക്ഷാ സംവിധാനമില്ലാത്തതും അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവവും ഇവിടെ എത്തുന്നവർക്ക് വെല്ലുവിളിയായി മാറുകയാണ്. വൈകുന്നേരങ്ങളിൽ വലിയ തിരക്കാണ് ബീച്ചിൽ അനുഭവപ്പെടുന്നത്. അവധിക്കാലങ്ങളിൽ ബീച്ച് ഫെസ്റ്റും ഇവിടെ സംഘടിപ്പിക്കാറുണ്ട്. തൊട്ടടുത്തായി കുട്ടികൾക്കായുള്ള ഒരു സ്വകാര്യ വാട്ടർ തീം പാർക്കും പ്രവർത്തിക്കുന്നുണ്ട്. ഇവിടെ ആഘോഷങ്ങൾക്കായി എത്തുന്നവർ ബീച്ചിലും സമയം ചെലവഴിക്കുവാനായി എത്തുന്നുണ്ട്. കർണാടക ആവേരിയിൽ നിന്നും കുടുംബസമേതം മഞ്ചേശ്വരത്തെ ബന്ധുവീട്ടിലെത്തിയ ഒരു കുടുംബത്തിലെ 3 കുട്ടികളാണ് ചൊവ്വാഴ്ച വൈകുന്നേരം കടലിൽ തിരമാലയിൽപ്പെട്ടത്. കണ്ടുനിന്നവർ ഉടൻ തന്നെ കടലിലിറങ്ങി 3 പേരെയും പുറത്തെത്തിച്ചുവെങ്കിലും 6 വയസ്സുകാരനായ ഫൈസാൻ ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും മരിച്ചിരുന്നു. കഴിഞ്ഞ 16-ാം തീയതി മഞ്ചേശ്വരം ചൗക്കിയിലെ ഉമറുൽ ഫാറൂഖിൻ്റെ മകൻ സൈനുൽ ആബിദ് ഇതേ സ്ഥലത്ത് തിരമാലയിൽപ്പെടുകയുണ്ടായി. നാട്ടുകാരും പോലീസും രാത്രിയിലും തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്തുവാൻ സാധിച്ചിരുന്നില്ല. പിറ്റേ ദിവസം വൈകുന്നേരം മൃതദേഹം ഹൊസബെട്ടു കടപ്പുറത്ത് നിന്നും കണ്ടെത്തുകയായിരുന്നു. കഴിഞ്ഞ വർഷം ബീച്ചിൽ കളിക്കുന്നതിനിടെ തിരമാലകളിൽപ്പെട്ട ഒരു കുട്ടിയും രക്ഷിക്കുവാനിറങ്ങിയ മാതാവും അപകടത്തിൽപ്പെട്ടു. ആൾക്കാർ നോക്കി നിൽക്കെ നാട്ടുകാരനായ യുവാവ് കടലിൽ ഇറങ്ങി 2 പേരെയും രക്ഷിക്കുകയായിരുന്നു. 1 വർഷം മുൻപ് കടലിൽ കുളിക്കുവാനിറങ്ങിയ യുവാവും ഇതേ സ്ഥലത്ത് മുങ്ങി മരിച്ചിരുന്നു. ആഘോഷങ്ങൾക്കായി എത്തുന്നവർ കുട്ടികളോടൊപ്പം സുരക്ഷ ഏതുമില്ലാതെ കടലിലിറങ്ങി കുളിക്കുന്നത് ഇവിടെ പതിവാണ്. എന്നാൽ ഇവരെ നിയന്ത്രിക്കുവാനോ നിർദ്ദേശങ്ങൾ നൽകുവാനോ സംവിധാനമില്ല. വലിയ അപകടങ്ങൾ സംഭവിക്കുമ്പോൾ മാത്രമാണ് അധികൃതരുടെ ഇടപെടൽ ഉണ്ടാകാറുള്ളത്. ആൾത്തിരക്കേറുന്ന ബീച്ചിൽ പരിശീലനം ലഭിച്ച ഗാർഡുകളെ നിയമിക്കണമെന്നാണ് വിനോദസഞ്ചാരത്തിനായി എത്തുന്നവരുടെയും നാട്ടുകാരുടെയും ആവശ്യം. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കേരള ബാസ്കറ്റ്ബോൾ അസോസിയേഷൻ നടത്തുന്ന സംസ്ഥാന യൂത്ത് ബാസ്കറ്റ്ബോൾ ചാമ്പ്യൻഷിപ്പ് അലാമിപ്പള്ളി ഇൻഡോർ സ്റ്റേഡിയത്തിൽ ആരംഭിച്ചു. ഉദ്ഘാടന മത്സരത്തിൽ കാസർഗോഡ് ജില്ലയുടെ ആൺകുട്ടികളുടെ ടീം 9-നെതിരെ 61 പോയിന്റ് നേടി വയനാടിനെ തോൽപ്പിച്ചു. കേരള ബാസ്കറ്റ്ബോൾ അസോസിയേഷൻ നടത്തുന്ന സംസ്ഥാന യൂത്ത് ബാസ്കറ്റ്ബോൾ ചാമ്പ്യൻഷിപ്പ് അലാമിപ്പള്ളി ഇൻഡോർ സ്റ്റേഡിയത്തിൽ തുടങ്ങി. ഉദ്ഘാടന മത്സരത്തിൽ കാസർഗോഡ് ജില്ലയുടെ ആൺകുട്ടികളുടെ ടീം 9-നെതിരെ 61 പോയിന്റ് നേടി വയനാടിനെ തോൽപ്പിച്ചു. ആദ്യ ദിനത്തിലെ മറ്റ് ലീഗ് മത്സരങ്ങളിൽ ആൺകുട്ടികളുടെ വിഭാഗത്തിൽ നിലവിലെ ചാമ്പ്യന്മാരായ തൃശൂർ മലപ്പുറത്തെയും കോട്ടയം ആലപ്പുഴയെയും പത്തനംതിട്ട പാലക്കാടിനെയും, പെൺകുട്ടികളുടെ വിഭാഗത്തിൽ മലപ്പുറം തൃശൂരിനെയും കോട്ടയം പത്തനംതിട്ടയെയും, കണ്ണൂർ കാസർഗോഡിനെയും കോട്ടയം പത്തനംതിട്ടയെയും തോൽപ്പിച്ചു. കാഞ്ഞങ്ങാട് നഗരസഭാ അധ്യക്ഷൻ VV രമേശൻ ഉദ്ഘാടനം ചെയ്തു. നടക്കുന്ന ആദ്യത്തെ മത്സരമാണ് നിങ്ങളുടെ ഈ 42ാമത് സംസ്ഥാന യൂത്ത് മത്സരത്തിന് ആതിഥേയം വഹിക്കാൻ സാധിച്ചു എന്നത് ഞങ്ങൾ ഏറെ അഭിമാനത്തോടു കൂടി കാണുന്നു. 2 മാസങ്ങൾക്ക് മുമ്പാണ് ഈ ഇൻഡോർ സ്റ്റേഡിയം നാടിനായി സമർപ്പിച്ചത്.
ആ നാടിനായി സമർപ്പിച്ചതിന് ശേഷം ആദ്യത്തെ സംസ്ഥാന മത്സരത്തിനാണ് സ്റ്റേഡിയം അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നത്. ആ ഒരു ചരിത്രം നിങ്ങൾക്കാണ് അത് ചരിത്രത്തിൽ ഇടം നേടുന്ന ഒരു മത്സരമായിട്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ മത്സരം ബാസ്കറ്റ്ബോൾ ചാമ്പ്യൻഷിപ്പാണ് എന്ന് എക്കാലവും ഓർമ്മിക്കത്തക്ക നിലയിലേക്കുള്ള ഒരു മത്സരമായി വരുന്ന 10-ാം തീയതി വരെ നടക്കുന്ന നിങ്ങളുടെ ഈ ചാമ്പ്യൻഷിപ്പ് മാറും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. സംഘാടക സമിതി രക്ഷാധികാരി ഫാദർ ജോർജ് പുഞ്ചയിൽ അധ്യക്ഷത വഹിച്ചു. ബാസ്കറ്റ്ബോൾ ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ മുൻ സെലക്ഷൻ കമ്മിറ്റി ചെയർമാൻ PJ സണ്ണിയെ ചടങ്ങിൽ ആദരിച്ചു. മുഹമ്മദ് മുറിയനാവി, N. ഉണ്ണികൃഷ്ണൻ, കരുണാകരൻ മുട്ടത്ത്, ജില്ലാ സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് പ്രൊഫസർ P. രഘുനാഥ്, സ്പോർട്സ് കൌൺസിൽ സെക്രട്ടറി TV മദരൻ, ജില്ലാ സ്പോർട്സ് ഓഫീസർ MS സുദീപ് ബോസ്, ജനറൽ കൺവീനർ PV ശ്രീനിവാസൻ, കേരള ബാസ്കറ്റ്ബോൾ അസോസിയേഷൻ സെക്രട്ടറി PC ആന്റണി, അനിൽ ബംഗളം, K. സുനിൽ, അരവിന്ദൻ മാണിക്കോത്ത് എന്നിവർ സംസാരിച്ചു. ലോഗോ രൂപകൽപ്പന ചെയ്ത K. ആഞ്ചിമയെ ആദരിച്ചു. ഈ മാസം 10 വരെ നടക്കുന്ന മത്സരത്തിന് കാഞ്ഞങ്ങാട് ക്രൈസ്റ്റ് സ്കൂൾ ഗ്രൗണ്ടും വേദിയാണ്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഇനി ഒരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. ചരിത്ര വിവാഹ് ബ്രൈഡൽ കളക്ഷൻ ബൈ ഷോപ്പിംഗ് ഔട്ട്ലെറ്റ്. ചേലോടെ സ്വർണ്ണമഴയായി കണ്ണെഴുതി വിഴിയഴകായി കണ്ണേഴത്തിൻ പൊന്നിൻ വരവായി അണിഞ്ഞൊരുങ്ങി ദേവതയായി നീ മനം നിറഞ്ഞൊരു സ്വപ്നനായികയായി. പൊന്നിന്മേക്കുള്ള വിശ്വാസം കാഞ്ഞങ്ങാടിന് സ്വർണ്ണത്തിളക്കം. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ പഴയ സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും മികച്ച വിലയും. കണ്ണെഴുത്തുകോ പഴയ ബസ് സ്റ്റാൻഡിന് ഉൾവശം, കാഞ്ഞങ്ങാട്. ഇന്റീരിയറുകളുടെ വിസ്മയം, ഗ്ലാസ് വർക്കുകളുടെ ചടുലത ആരെയും ചുവട് വയ്പ്പിക്കും. ഈ കിച്ചൺ ക്യാബിനറ്റുകൾ കുക്കിംഗ് ഒരനുഭവമാക്കും. ദ ഹാപ്പിയസ്റ്റ് ഫാമിലി. ബെഡ്റൂം ഇന്റീരിയർ, വാതിലുകൾ സുന്ദരമായ സ്വകാര്യതയാണ്. ഇതെല്ലാമാണ് വീടെന്ന സ്വപ്നം. ന്യൂ ഇന്ത്യൻ ഗ്ലാസ് ഏജൻസി. Glass, plywood, kitchen cabinet, wide range of interior products. The biggest interior accessory showroom at North Malabar. ഇനി നിങ്ങൾക്കും നഴ്സിംഗ് പഠിക്കാം ഏറ്റവും കുറഞ്ഞ ഫീസിൽ. യൂണിറ്റി സെന്റർ ഫോർ മെഡിക്കൽ എഡ്യൂക്കേഷനിലെ ഈ അധ്യയന വർഷത്തെ നഴ്സിംഗ് അസിസ്റ്റന്റ് കോഴ്സിലേക്കുള്ള ഫീസ് വെറും 30,000 മാത്രം. +2 കഴിഞ്ഞവർക്ക് ഈ കോഴ്സിലേക്ക് അപേക്ഷിക്കാം. മെഡിക്കൽ വിദ്യാഭ്യാസ മേഖലയിൽ 30 വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം, വിദഗ്ധരായ ഡോക്ടർമാരുടെയും അധ്യാപകരുടെയും സേവനം. ഇനി എന്തിന് മാറി ചിന്തിക്കണം? നിങ്ങളുടെ അഡ്മിഷൻ ഇന്ന് തന്നെ ഉറപ്പുവരുത്തുക. യൂണിറ്റി സെന്റർ ഫോർ മെഡിക്കൽ എഡ്യൂക്കേഷൻ, കാഞ്ഞങ്ങാട് ആൻഡ് നീലേശ്വരം. വാർത്തകൾ തുടരുന്നു. കോട്ടയം അതിരൂപതയിലെ രാജപുരം ഫെറോനയ്ക്ക് കീഴിലുള്ള ചുള്ളിക്കര സെന്റ് മേരീസ് ജ്ഞാനായ കത്തോലിക്ക ദേവാലയത്തിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങൾക്ക് മെയ് 10-ന് തുടക്കമാവും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കോട്ടയം അതിരൂപതയിലെ രാജപുരം ഫെറോനയ്ക്ക് കീഴിലുള്ള ചുള്ളിക്കര സെന്റ് മേരീസ് ജ്ഞാനായ കത്തോലിക്ക ദേവാലയത്തിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങൾക്ക് മെയ് 10 ഞായറാഴ്ച തിരിതെളിയും. കോട്ടയം അതിരൂപത സഹായമെത്രാൻ അഭിവന്ദ്യ മാർ ജോസഫ് പണ്ടാശ്ശേരിയിൽ പിതാവ് ജൂബിലി ആഘോഷങ്ങൾ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്യും. ഇടവക വികാരി ഫാദർ റോജി മുകളിൽ, ജൂബിലി ജനറൽ കൺവീനർ ബേബി ഒഴുങ്ങാലിൽ, ട്രസ്റ്റിമാരായ അലക്സ് വെട്ടിക്കാട്ടിൽ, ടോമി കടമുറി എന്നിവരുടെ നേതൃത്വത്തിൽ വിവിധങ്ങളായ 12 കമ്മിറ്റികളുടെ കൺവീനർമാർ ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകും. സെന്റ് മേരീസ് ഇടവകയുടെ ജൂബിലി കമ്മിറ്റി അംഗങ്ങൾ എന്ന നിലയിലാണ് 50 വർഷത്തിന്റെ സുവർണ ജൂബിലിയിലേക്ക് ചുള്ളിക്കര ഇടവക പ്രവേശിക്കുകയാണ്. നമുക്കറിയാം, രാജപുരം തലപ്പള്ളിയായി നിലകൊള്ളുന്ന രാജപുരത്തു നിന്നും
രണ്ട് ഭാഗത്തേക്കുമായിട്ടുള്ള ചുള്ളിക്കരയും കള്ളാറുമായിട്ടുള്ള രണ്ട് ഇടവക ദേവാലയങ്ങളായി പിന്നീട് വിഭജിക്കപ്പെടുകയുണ്ടായി. അങ്ങനെ രാജപുരത്തു നിന്നും വേർപിരിഞ്ഞ് 50 വർഷക്കാലമായി ചുള്ളിക്കരയിലെ ഒരു കൂട്ടായ്മ സ്ഥാപിതമായതിന്റെ 50ാം വർഷമാണ് ഈ മെയ് മാസം മുതൽ 2027 മെയ് മാസം വരെ നമ്മൾ അനുസ്മരിക്കുന്നത്. അതിനെക്കുറിച്ച് ഇടവകയുടെ വിവിധ കമ്മിറ്റികളിൽ പൊതുയോഗം, പാരിഷ് കൌൺസിൽ അങ്ങനെയുള്ള വിവിധങ്ങളായ മേഖലകളിൽ ചർച്ച ചെയ്തതിനു ശേഷമായിട്ട് ഈ 50 വർഷത്തെ അനുസ്മരിച്ചുകൊണ്ട് 50 അംഗ കമ്മിറ്റിയാണ് രൂപീകരിക്കപ്പെടുകയുണ്ടായത്. ആ കമ്മിറ്റിയെ റെപ്രസെന്റ് ചെയ്തുകൊണ്ടാണ് ഞങ്ങൾ എല്ലാവരും ഇവിടെ ഇപ്പോൾ എത്തിയിരിക്കുന്നത്. വാർത്താ സമ്മേളനത്തിൽ റവറൻഡ് ഫാദർ റോജി, ബേബി ഒഴുങ്ങാലിൻ, തോമസ് KJ, സജി MA, മാത്യു TV, ടോമി, ടോജി എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. 2 പതിറ്റാണ്ടായി സാമൂഹ്യ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഇടപെടൽ നടത്തിവരുന്ന പടന്ന ഹിദായത്ത് സെന്ററിന്റെ 1 വർഷം നീളുന്ന 20ാം വാർഷികാഘോഷ പരിപാടികൾക്ക് മെയ് 8-ന് തുടക്കമാവും. പ്രമുഖ സാംസ്കാരിക പ്രഭാഷകൻ ജാഫർ ബാഗവി കണ്ണൂർ വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്യും. ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ നാടിന് മാതൃകയായ പടന്ന ഹിദായത്ത് സെന്റർ 20 വർഷമായി സാമൂഹിക പ്രതിബദ്ധത ഉയർത്തിക്കാട്ടിയാണ് വ്യത്യസ്തമായ പ്രവർത്തനങ്ങൾ നടത്തിവരുന്നത്. ഭവന നിർമ്മാണത്തിലും പെൺകുട്ടികളുടെ വിവാഹത്തിനുമുള്ള ധനസഹായം നൽകുന്നതിനും വിദ്യാർത്ഥികളുടെ ഉന്നത പഠനത്തിനും പ്രത്യേക വാർദ്ധക്യ വിധവാ പെൻഷൻ പദ്ധതിയും സംഘടനയെ വേറിട്ട് നിർത്തുന്നുണ്ട്. ഹിദായത്ത് സെന്റർ 20ാം വാർഷികാഘോഷ പരിപാടികൾ മെയ് 8-ന് വെള്ളിയാഴ്ച രാത്രി പ്രമുഖ സാംസ്കാരിക പ്രഭാഷകൻ ജാഫർ ബാഗവി കണ്ണൂർ ഉദ്ഘാടനം ചെയ്യും. ഈ 20ാം വാർഷികത്തിന്റെ ഉദ്ഘാടനത്തിന്റെ ഭാഗമായി നാളെ മുതൽ സുബൈർ തോട്ടിക്കലാൻ പാർട്ടിയുടെ കഥാപ്രസംഗവും അതുപോലെ തന്നെ ശനിയാഴ്ച 9-ാം തീയതി സിറാജുദ്ദീൻ കാസിമി മദ്രാപുരത്തിന്റെ മതപ്രഭാഷണവും ഉണ്ടായിരിക്കുന്നതാണ്. സാമൂഹ്യ സാംസ്കാരിക ജീർണതയെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ പ്രസംഗം കേൾക്കുന്നതിന് വേണ്ടി പ്രത്യേകിച്ച് ഞങ്ങളുടെ 20ാം വാർഷിക കർമ്മ പദ്ധതിയുടെ ഉദ്ഘാടനം ഇതുപോലെ തന്നെ ജാഫർ ബാക്കവിയാണ് നിർവഹിക്കുന്നത്. തുടർന്ന് കഥാപ്രസംഗ രംഗത്തെ വെള്ളി നക്ഷത്രമായ സുബൈർ തോട്ടിക്കലും സംഘവും കഥാപ്രസംഗം അവതരിപ്പിക്കും. മെയ് 9-ന് രാത്രി സിറാജുദ്ദീൻ ഖാസിമി പത്തനാപുരം മതപ്രഭാഷണം നടത്തുമെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. LK ഷംസുദ്ദീൻ, KC ജാഫർ, LK ജലീൽ, KP മുഹമ്മദ്, KMC താജുദ്ദീൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. ലയൺസ് ക്ലബ് ഡിസ്ട്രിക്ട് 318 പരമോന്നത സ്ഥാനമായ ഡിസ്ട്രിക്ട് ഗവർണറായി തെരഞ്ഞെടുക്കപ്പെട്ട കാഞ്ഞങ്ങാട് സ്വദേശി ടൈറ്റസ് തോമസിന്റെ സ്ഥാനാരോഹണത്തിന് മുന്നോടിയായുള്ള പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നതിനുള്ള ഓഫീസിന്റെ ഉദ്ഘാടനം നടന്നു. ലയൺസ് ക്ലബിന്റെ ഡിസ്ട്രിക്ട് 318 പരമോന്നത സ്ഥാനമായ ഡിസ്ട്രിക്ട് ഗവർണറായി തെരഞ്ഞെടുക്കപ്പെട്ട കാഞ്ഞങ്ങാട് സ്വദേശി ടൈറ്റസ് തോമസിന്റെ സ്ഥാനാരോഹണത്തിന് മുന്നോടിയായുള്ള പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നതിനുള്ള ഓഫീസിന്റെ ഉദ്ഘാടനവും സ്വാഗത സംഘ രൂപീകരണവും നടന്നു. കാസർഗോഡ്, കണ്ണൂർ, വയനാട്, കോഴിക്കോട്, മാഹി ജില്ലയുടെ ഡിസ്ട്രിക്ട് ഗവർണറായി ടൈറ്റസ് തോമസിനെ തെരഞ്ഞെടുത്തു. കാസർഗോഡ്, കണ്ണൂർ, വയനാട്, കോഴിക്കോട്, മാഹി ജില്ലയുടെ ഡിസ്ട്രിക്ട് ഗവർണറായാണ് ടൈറ്റസ് തോമസിനെ തെരഞ്ഞെടുത്തത്. അലാമിപ്പള്ളിയിലെ ഓഫീസിന്റെ ഉദ്ഘാടനം ഡിസ്ട്രിക്ട് ഗവർണർ രവി ഗുപ്ത ഉദ്ഘാടനം ചെയ്തു. നിയുക്ത ഡിസ്ട്രിക്ട് ഗവർണർ ടൈറ്റസ് തോമസ് അധ്യക്ഷത വഹിച്ചു. K. ഗോപി, M. വിനോദ് കുമാർ, ശ്രീനിവാസ ഷേനായി, KV രാമചന്ദ്രൻ, PS സൂരജ്, വത്സല ഗോപിനാഥ്, രാജേഷ് വൈഭവ്, PV വേണുഗോപാലൻ, E. അനിരുദ്ധൻ, K. വിനോദ് കുമാർ, NR പ്രശാന്ത് എന്നിവർ സംസാരിച്ചു. വിനോദ് ഭട്ടത്തിരിപ്പാട് സ്വാഗതവും HV നവീൻ കുമാർ നന്ദിയും പറഞ്ഞു. 3000-ഓളം ആളുകൾ പങ്കെടുത്തു. ജൂലൈ അവസാന വാരം കാഞ്ഞങ്ങാട് പലേഡിയം കൺവെൻഷൻ സെന്ററിലാണ് സ്ഥാനാരോഹണ ചടങ്ങ് നടക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കൊടുമ്പേളൂർ ഗ്രാമപഞ്ചായത്തിലെ 15-ാം വാർഡിൽ ജനവാസ മേഖലയായ മലയാറ്റൂർക്കരയിൽ പ്രവർത്തിക്കുന്ന കരിങ്കൽ ക്വാറിയുടെ പ്രവർത്തനം നിയമവിരുദ്ധമാണെന്നും എത്രയും പെട്ടെന്ന് അനുമതി റദ്ദു ചെയ്യുന്നതിന് പഞ്ചായത്തും പോലീസ് അധികാരികളും തയ്യാറാവണമെന്നും ജില്ലാ പരിസ്ഥിതി സമിതി നേതാവ് VK വിനയൻ മാസ്റ്റർ പറഞ്ഞു.
ജനങ്ങൾക്ക് ഭീഷണിയായ മലയാറ്റുകര കരിങ്കൽ ക്വാറിയുടെ പ്രവർത്തനം നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ നടത്തിയ പഞ്ചായത്ത് ഓഫീസ് മാർച്ചിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കൊടുമ്പേളൂർ ഗ്രാമപഞ്ചായത്തിലെ 15-ാം വാർഡിൽ ജനവാസ മേഖലയായ മലയാറ്റുകരയിൽ പ്രവർത്തിക്കുന്ന കരിങ്കൽ ക്വാറിയുടെ പ്രവർത്തനം നിയമവിരുദ്ധമാണെന്നും എത്രയും പെട്ടെന്ന് അനുമതി റദ്ദു ചെയ്യുന്നതിന് പഞ്ചായത്തും പോലീസ് അധികാരികളും തയ്യാറാവണമെന്നും ജില്ലാ പരിസ്ഥിതി സമിതി നേതാവ് VK വിനയൻ മാസ്റ്റർ ആവശ്യപ്പെട്ടു. ജനങ്ങൾക്ക് ഭീഷണിയായ മലയാറ്റുകര കരിങ്കൽ ക്വാറിയുടെ പ്രവർത്തനം നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ നടത്തിയ പഞ്ചായത്ത് ഓഫീസ് മാർച്ചിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഒരു പോയിസൺ തളിക്കുന്നതിനെതിരെയല്ല പോലീസ് അവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്, പകരം അതിനെ അവരെ സംരക്ഷിക്കാനാണ്. അപ്പോൾ എവിടെയൊക്കെയാണോ നിയമലംഘനം നടക്കുന്നത്, എവിടെയൊക്കെയാണോ സർക്കാരിന് തന്റെ താല്പര്യങ്ങൾ, സർക്കാരിന് എന്ന് പറയുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു സമ്പ്രദായത്തിനെയാണ്, ഒരു സിസ്റ്റത്തിനെയാണ്. ആ സിസ്റ്റം മുതലാളിത്ത സിസ്റ്റം നമ്മളിതിന് പറയാം, പക്ഷെ അത് ഇവിടെ എല്ലാവർക്കും അത് സ്വീകാര്യമായതുകൊണ്ട് ഞാനത് പറയുന്നില്ല എന്ന് മാത്രം. ഈ ഒരു സിസ്റ്റത്തെ എവിടെയൊക്കെയാണോ സംരക്ഷിക്കപ്പെടേണ്ടത് ആ സിസ്റ്റത്തെ സംരക്ഷിക്കാൻ വേണ്ടി മാത്രമാണ് പോലീസ് വരുന്നത്. അല്ലാതെ നിയമത്തിനും നീതിക്കും വേണ്ടി പോരാടുന്നവർക്ക് വേണ്ടിയല്ല പോലീസ് സംരക്ഷിക്കുന്നത്. ഇനി നമുക്ക് ഇവിടെ തന്നെ നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞു, റൂൾ ഓഫ് ലോ ഇവിടെ നിയമവാഴ്ച ഇവിടെ ഇത്തരം മേഖലകൾ നിലനിൽക്കുന്നില്ല. അത് എൻഡോസോളം മേഖലയാണെങ്കിലും കോറി മേഖലയാണെങ്കിലും എവിടെയൊക്കെയാണോ നിയമവിരുദ്ധമായ, എവിടെയൊക്കെയാണോ. മലയാറ്റുകര സിരേഖ് മാത്യു എന്നിവരുടെ പറമ്പിൽ ക്വാറി നടത്തുന്നത് വലിയ പറമ്പ് സ്വദേശിയാണ്. എന്നാൽ ഈ വ്യക്തിക്ക് നാളിതുവരെ എക്സ്പ്ലോസീവ് ലൈസൻസ് അനുവദിച്ചിട്ടില്ല. സ്വന്തം പേരിൽ എക്സ്പ്ലോസീവ് ലൈസൻസ് ഇല്ലാതെ ക്വാറിയിൽ സ്ഫോടനം നടത്താൻ പാടില്ലെന്ന ഹൈക്കോടതി വിധിയുടെ ലംഘനമാണ് മലയാറ്റുകരയിൽ നടക്കുന്നതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്ത മാർച്ചിൽ ജനരോഷമിരമ്പി. അട്ടിങ്ങാനം ടൗണിൽ നിന്ന് ആരംഭിച്ച ജനകീയ മാർച്ച് പഞ്ചായത്ത് ഗേറ്റിന് മുന്നിൽ പോലീസ് തടഞ്ഞു. രമേശൻ മലയാറ്റുകര അധ്യക്ഷത വഹിച്ചു. ജനങ്ങളുടെ ജീവനും സ്വത്തിനും പ്രാധാന്യം നൽകാത്ത നാട് മുടിപ്പിക്കുന്ന ക്വാറിയുടെ പ്രവർത്തനത്തെ വികസനം എന്ന പേരിൽ വിളിക്കാമെന്ന ചിന്ത ബന്ധപ്പെട്ടവർ മാറ്റണമെന്നും ജനങ്ങൾ തെരുവിലിറങ്ങിയാൽ ഭരണകൂടങ്ങൾക്ക് താങ്ങാനാവില്ലെന്നും തുടർന്ന് സംസാരിച്ച പഞ്ചായത്ത് മെമ്പർ സജിത ശ്രീകുമാർ മുന്നറിയിപ്പ് നൽകിയപ്പോൾ ജനവിരുദ്ധ വികസനത്തിന് വഴിയൊരുക്കുന്ന രാഷ്ട്രീയ പാർട്ടികളും പ്രാദേശിക ഭരണകൂടവും പഞ്ചായത്തിന് നൽകിയ അനുമതി പിൻവലിക്കണമെന്നും ഉടനടി ക്വാറി നിർത്തിയില്ലെങ്കിൽ പാർട്ടി തനിക്ക് വേണ്ടി രക്തസാക്ഷി മണ്ഡപം പണിയേണ്ടി വരുമെന്നും മുൻ പഞ്ചായത്ത് പ്രസിഡന്റും CITU സംസ്ഥാന നേതാവുമായ U തമ്പാൻ നായർ പറഞ്ഞു. മധു നർക്കല, VK രാജൻ, KRC തായന്നൂർ, പാൽക്കുളം ക്വാറി വിരുദ്ധ സമിതി ഭാരവാഹി ഗോപാലകൃഷ്ണൻ മാസ്റ്റർ, CM ബാലൻ, ചന്ദ്രൻ വേങ്ങച്ചേരി, രാജൻ C ചൂരപ്പടവ, ഷിൻസ് ജോർജ്, TG ശാലിനി തുടങ്ങിയവർ സംസാരിച്ചു. MD രാജൻ, നാരായണൻ കുറ്റിയടക്കം, ബിജു കുളിമാവ്, ബിനു തോമസ്, സതീശൻ മലയാറ്റുകര, രാജീവൻ ചീരോൽ, ഷീബ രാജേഷ്, രണദിവൻ, AV കരുണാകരൻ, സുനിൽ കുളിമാവ്, ശശികല ഉരുട്ടിക്കുന്ന, T രാജേഷ്, ബിജി വർഗീസ്, PK ജയദേവൻ, കുഞ്ഞുമോൻ തണ്ണീർപ്പന്തൽ, രജനി മോഹനൻ, അജീഷ് മലയാറ്റുകര തുടങ്ങിയവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF നേടിയ ഐതിഹാസിക വിജയം ആഘോഷിച്ച് കാസർഗോഡ് ജില്ലയിലെ KMCC പ്രവർത്തകർ. KMCC ഖത്തർ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ദോഹയിൽ സംഘടിപ്പിച്ച വിജയാഘോഷ സമ്മേളനം വൻ ജനപങ്കാളിത്തത്തോടെ നടന്നു. കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF നേടിയ ഐതിഹാസിക വിജയം ആഘോഷിച്ച് കാസർഗോഡ് ജില്ലയിലെ KMCC പ്രവർത്തകർ. KMCC ഖത്തർ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ദോഹയിൽ സംഘടിപ്പിച്ച വിജയാഘോഷ സമ്മേളനം വൻ ജനപങ്കാളിത്തത്തോടെ ആഘോഷപൂർവ്വം നടന്നു. കേരളത്തിൽ UDF കൈവരിച്ച ചരിത്ര നേട്ടം ഈ ആഘോഷത്തിന് പ്രത്യേക മാറ്റുകൂട്ടി. കാസർഗോഡ്, മഞ്ചേശ്വരം മണ്ഡലങ്ങളിൽ മുസ്ലിം ലീഗ് നടത്തിയ ശക്തമായ മുന്നേറ്റം രാഷ്ട്രീയ നിരീക്ഷകരുടെ ശ്രദ്ധ പിടിച്ചുപറ്റി. ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ്
ലുക്മാൻ ഹക്കിമിന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങ് വേൾഡ് KMCC വൈസ് പ്രസിഡന്റ് SMA ബഷീർ ഉദ്ഘാടനം ചെയ്തു. ഐക്യവും സമർപ്പണ മനോഭാവവുമാണ് ഈ വിജയത്തിന്റെ യഥാർത്ഥ അടിത്തറയെന്ന് അദ്ദേഹം പറഞ്ഞു. ആദം കുഞ്ഞി തളങ്കര, സാദിഖ് പാക്യാര, MV ബഷീർ എന്നിവർ സമ്മേളനത്തെ അഭിസംബോധന ചെയ്തു. ജില്ലാ ഭാരവാഹികളായ നാസർ കൈതക്കാട്, അലി ചേരൂർ, KB മുഹമ്മദ് ബായാർ, മൊയ്തീൻ ബേക്കൽ, സഖീർ ഇരിയ എന്നിവർ സംസാരിച്ചു. മണ്ഡലം നേതാക്കളായ റസാഖ് കല്ലട്ടി, നാസർ ഗ്രീൻലാൻഡ്, ഹാരിസ് ഏരിയാൽ, ഷഫീഖ് ചെങ്കള, മാർക്ക് അടൂർ, അൻവർ തായന്നൂർ, സലാം ഹബീബി, അൻവർ കാടാങ്കോട്, അബി മർഷാദ്, അബ്ദുൾ റഹ്മാൻ ഏരിയാൽ, മൻസൂർ തൃക്കരിപ്പൂർ, ഹാരിസ് ചൂരി, റഹീം ഗ്രീൻലാൻഡ് എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. ജില്ലാ ജനറൽ സെക്രട്ടറി സമീർ ഉടുമ്പന്തല സ്വാഗതവും ജില്ലാ ട്രഷറർ സിദ്ദീഖ് മാണിയമ്പാറ നന്ദിയും രേഖപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. STU 69ാം സ്ഥാപക ദിനത്തിന്റെ ഭാഗമായി മടിയൻ ജംഗ്ഷനിലും ഓട്ടോ സ്റ്റാൻഡിലും മാണിക്കോത്ത് സ്വതന്ത്ര തൊഴിലാളി യൂണിയന്റെ നേതൃത്വത്തിൽ സ്ഥാപക ദിനം ആചരിച്ച് മധുരപാനീയ വിതരണം നടത്തി. മുസ്ലിം ലീഗ് അജാനൂർ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് മുബാറക് ഹസൈനാർ ഹാജി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. മെയ് 5 STU 69ാം സ്ഥാപക ദിനത്തിന്റെ ഭാഗമായി മടിയൻ ജംഗ്ഷനിലും ഓട്ടോ സ്റ്റാൻഡിലും മാണിക്കോത്ത് സ്വതന്ത്ര തൊഴിലാളി യൂണിയന്റെ നേതൃത്വത്തിൽ സ്ഥാപക ദിനം ആചരിച്ച് മധുരപാനീയ വിതരണം നടത്തി. മുസ്ലിം ലീഗ് അജാനൂർ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് മുബാറക് ഹസൈനാർ ഹാജി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. എന്തുകൊണ്ടും അഭിമാനിക്കത്തക്ക ഒരു പരിപാടിയാണ് ഇന്നിവിടെ മാണിക്കോത്ത് ഈ ശാഖ ഈ STU ഇന്ന് നടത്തിയിട്ടുള്ളത്. കാരണം തൊഴിലാളി സംഘടനകൾ 69 കൊല്ലം മുമ്പിൽ ഇവിടെ സ്ഥാപിച്ച് ഇവിടെ അന്തസ്സോടു കൂടി പ്രവർത്തിച്ച ഒരു സംഘടനയാണ് ഈ തൊഴിലാളി യൂണിയൻ അഥവാ STU. STU മതേതരത്വത്തിൽ ഒതുങ്ങിക്കൊണ്ട് തൊഴിലാളികളുടെ അന്തസ്സ് നിലനിർത്തിക്കൊണ്ട് ഏത് സംഘടനയെക്കാളും ഒരു പടി മുമ്പിൽ പ്രവർത്തിച്ച ഒരു സംഘടനയാണ് നമ്മുടെ STU. STUവിനെ സംബന്ധിച്ചിടത്തോളം ഈ മുസ്ലിം ലീഗിൻ്റെ ഒരു പോഷക സംഘടന തന്നെ ഇൽപ്പെട്ട ഒരു സംഘടനയാണ് STU. ആ സംഘടനയ്ക്ക് യോജിച്ച തരത്തിലുള്ള അഭിമാനകരമായ പ്രവർത്തനമാണ് ഇന്ന് വരെ കാഴ്ചവെച്ചിട്ടുള്ളത്. മാണിക്കോത്ത് സ്വതന്ത്ര തൊഴിലാളി യൂണിയൻ പ്രസിഡന്റ് കരീം മൈത്രി അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് അൻസാർ TP പതാക ഉയർത്തി. സെക്രട്ടറി MK സുബൈർ സ്വാഗതം പറഞ്ഞു. മുസ്ലിം ലീഗ് മാണിക്കോത്ത് ശാഖാ കമ്മിറ്റി പ്രസിഡന്റ് മാണിക്കോത്ത് അബുബക്കർ മുഖ്യപ്രഭാഷണം നടത്തി. സെക്രട്ടറി ലീഗ് മജീദ്, ബാസിദ് പാലക്കി, അന്തുമായി ബദദ് നഗർ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. വിശ്വ സംസ്കൃത പ്രതിഷ്ഠാനം 46ാം സംസ്ഥാന സമ്മേളനം മെയ് 9, 10 തീയതികളിൽ കാഞ്ഞങ്ങാട് ചിന്മയ വിദ്യാലയത്തിൽ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വിശ്വ സംസ്കൃത പ്രതിഷ്ഠാനം 46ാം സംസ്ഥാന സമ്മേളനം മെയ് 9, 10 തീയതികളിൽ കാഞ്ഞങ്ങാട് ചിന്മയ വിദ്യാലയത്തിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 9 ഉച്ചയ്ക്ക് 2 മണിക്ക് മഹാകവി P. കുഞ്ഞിരാമൻ നായരുടെ ജന്മഗൃഹത്തിൽ നിന്നും സമ്മേളന നഗരിയിലേക്ക് ദീപശിഖ പ്രയാണം നടക്കും. 3 ശിബിര വിദ്യാർത്ഥികളുടെ കലാപരിപാടി നടക്കും. 4 നടക്കുന്ന സംസ്കൃത സംഗമം രാജ്യസഭ MP C. സദാനന്ദൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്യും. ശില്പി കാനായി കുഞ്ഞിരാമൻ മുഖ്യാതിഥിയാവും. വിശ്വസംസ്കൃത പ്രതിഷ്ഠാനം സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ PK ശങ്കരനാരായണൻ അധ്യക്ഷത വഹിക്കും. സംസ്കൃത ഭാരതി ദേശീയ സെക്രട്ടറി ഡോക്ടർ P. നന്ദകുമാർ മുഖ്യപ്രഭാഷണം നടത്തും. പണ്ഡിതരത്ന പുരസ്കാരം പ്രൊഫസർ V. രാമകൃഷ്ണ ഭട്ടിനും ശർമാജി പുരസ്കാരം C. സുരേഷ് കുമാറിനും സദാനന്ദൻ മാസ്റ്റർ സമ്മാനിക്കും. സജീവമായിട്ട് പ്രവർത്തിക്കുന്ന സംഘടനയാണ് സംസ്കൃത ഭാരതി. സംസ്കൃത ഭാരതിയുടെ കേരള ഘടകമാണ് വിശ്വസംസ്കൃത പ്രതിഷ്ഠാനം. പ്രധാന പദ്ധതി ദശദിന സംസ്കൃത സംഭാഷണ ശിബിരം. സമാജത്തിൽ സംസ്കൃതം പഠിക്കാൻ താല്പര്യമുള്ള, നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഷയായിട്ടുള്ള സംസ്കൃതം പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് 10 ദിവസത്തെ ഒരു പദ്ധതി, 10 ദിവസം തുടർച്ചയായിട്ട് സംസ്കൃതത്തിൽ സംസാരിക്കാനുള്ള പ്രാവീണ്യം ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ക്ലാസ്. 10 ദിവസം തുടർച്ചയായിട്ട് 2 മണിക്കൂർ വീതമുള്ള ക്ലാസ്സുകളാണ്. ഈ സമ്മേളനത്തിന്റെ ഭാഗമായിട്ട് കാഞ്ഞങ്ങാട് പരിസര പ്രദേശങ്ങളിൽ 13 സ്ഥലങ്ങളിൽ സംസ്കൃത സംഭാഷണ ശിബിരങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പം കാഞ്ഞങ്ങാട് വിവേകാനന്ദ വിദ്യാലയത്തിൽ ഒരു ക്ലാസ് നടക്കുന്നുണ്ട്. ബാക്കിയുള്ള ക്ലാസ്സുകളൊക്കെ വൈകിട്ടാണ് നടക്കുന്നത്. 2 മണിക്കൂർ തുടർച്ചയായിട്ട്. അതില് എഴുത്ത്,
പുസ്തകങ്ങളില്ല, പേനയില്ല, വെറും സംഭാഷണത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ആ സംസ്കൃത സംഭാഷണ ശിബിരത്തിൽ 10 ദിവസം ഇരിക്കുന്ന കുട്ടിയെ സംബന്ധിച്ച്, അല്ലെങ്കിൽ കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവരും, അവർക്ക് സംസ്കൃതം സംസാരിക്കാനുള്ള പ്രാവീണ്യം നേടിയെടുക്കുക. ഇതാണ് പ്രധാനപ്പെട്ട ഒരു പരിപാടി. രണ്ടാമത്തത്, ഇതേ രീതിയിൽ നേരിട്ട് ക്ലാസ്സിൽ വന്ന് പഠിക്കാൻ പ്രയാസമുള്ള ആളുകൾക്ക് 10,000 രൂപയും പ്രശസ്തി പത്രവും ഫലകവുമാണ് പുരസ്കാരം. കാസർഗോഡ് അമൃതാനന്ദമയി മഠം ബ്രഹ്മചാരി ദേവ വേദാമൃത ചൈതന്യ അനുഗ്രഹ ഭാഷണം നടത്തും. രണജിത്ത് നാദപുരം എഴുതിയ അക്ഷരശ്ലോക ലഹരി, വിഭക്തി ബോധിനി എന്നീ പുസ്തകങ്ങളുടെ പ്രകാശനം കാനായി കുഞ്ഞിരാമനും സദാനന്ദൻ മാസ്റ്ററും ചേർന്ന് നിർവഹിക്കും. കാഞ്ഞങ്ങാട്ട് നടന്ന വാർത്താ സമ്മേളനത്തിൽ സംഘാടക സമിതി ചെയർമാൻ കെ ദാമോദരൻ ആർക്കിടെക്ട്, വർക്കിംഗ് ചെയർമാൻ ഡോക്ടർ കെ രാജ, ജനറൽ കൺവീനർമാരായ CP സുരേഷ് ബാബു, KM മാധവൻ മാസ്റ്റർ, ജോയിന്റ് ജനറൽ കൺവീനർ K അരുൺകുമാർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഇനിയൊരിടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. എന്റെ സ്വപ്നങ്ങളിൽ കൂടുതലും എന്റെ യാത്രകളെ കുറിച്ചുള്ളതായിരുന്നു. ഓരോ യാത്രകൾ കഴിയുമ്പോഴും തിരിച്ചു മടങ്ങണമെന്നുള്ള സങ്കടം എനിക്കില്ലായിരുന്നു. എന്തെന്നാൽ ഞാൻ തിരിച്ചെത്തുന്നത് എന്റെ സ്വർഗത്തിലേക്കാണ്. എന്റെ സ്വന്തം വീട്, എന്റെ സ്വപ്നങ്ങൾക്ക് ചിറകേകിയത് ഈ ആംബിയൻസ് ആണ്. ദ ബെസ്റ്റ് പ്ലേസ് ഓഫ് മൈൻഡ്. ഈ വീടെന്ന സ്വപ്നത്തിന് ജീവൻ നൽകിയ ഒരിടമുണ്ട്. ദ മാസ്റ്റർ ബ്രെയിൻ ബിഹൈൻഡ് മൈ ഡ്രീം. ഇനി മനസ്സിനിണങ്ങിയത് നമ്മുടെ വീടിന്. The magical bond between me and my home. D&G Furniture and Interiors. അതിനാൽ കാഞ്ഞങ്ങാട്. Furnish your home, furnish your life. Mansoor Hospital and School of Nursing, Kanyangadu. Phone 0467220270. 7 lives. Mansoor Hospital. Dedication, determination and dignity. ഇമ്മാനുവൽ സിൽക്സ് ഷോറൂമുകളിൽ ക്രിസ്മസ് ന്യൂ ഇയർ ഫാഷൻ ജിംഗിൾസ്. ഓരോ 3000 രൂപയുടെ പർച്ചേസിനും 500 രൂപയുടെ ഫ്രീ പർച്ചേസ്. വധൂവരന്മാർക്കായി അണിഞ്ഞൊരുങ്ങാൻ വെഡ്ഡിംഗ് ഫെസ്റ്റ്. വെഡ്ഡിംഗ് പർച്ചേസിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലിക്ക് നൽകുന്നു 100% ക്യാഷ് ബാക്ക്. ഇമ്മാനുവൽ സിൽക്സ് വിദേശ മലയാളികൾക്കായി ഒരുക്കുന്നു NRI ഫെസ്റ്റിലൂടെ നേടാം ആകർഷകമായ ഓഫറുകൾ. ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷമാക്കാൻ പുത്തൻ സ്റ്റോക്കുകളുമായി വൈവിധ്യങ്ങളായ സാരികൾ, യൂണിഫോം സാരികൾ, ലേറ്റസ്റ്റ് ലേഡീസ് വെയർ, ന്യൂ ട്രെൻഡുകളിലുള്ള കിഡ്സ് കളക്ഷനുകൾ, ജെന്റ്സ് വെയറുകൾ തുടങ്ങിയവ ഇമ്മാനുവൽ സിൽക്സ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. കൂടാതെ എക്കണോമി സെക്ഷനിൽ ബൈ 1 ഗെറ്റ് 1 ഓഫറുകളും 99 രൂപ മുതൽ 999 രൂപ വരെയുള്ള വസ്ത്രങ്ങളും. ഈ ക്രിസ്തുമസ് ന്യൂ ഇയർ ഇമ്മാനുവൽ സിൽക്സിനൊപ്പം ആഘോഷമാക്കൂ. ഇമ്മാനുവൽ സിൽക്സ്, മെഗാമാൾ, മെയിൻ റോഡ്, കാഞ്ഞങ്ങാട്. ഓൾസോ അറ്റ് കണ്ണൂർ, ഇരട്ടി ആൻഡ് പട്ടാമ്പി. വാർത്തകൾ തുടരുന്നു. ജീവിതം നശിപ്പിക്കുന്ന സകലവിധ ലഹരികൾക്കെതിരെ റിട്ടേൺ സെമിനാർ മെയ് 16 കാഞ്ഞങ്ങാട് വ്യാപാര ഭവനിൽ നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ജീവിതം നശിപ്പിക്കുന്ന സകലവിധ ലഹരികൾക്കെതിരെ റിട്ടേൺ സെമിനാർ മെയ് 16 കാഞ്ഞങ്ങാട് വ്യാപാര ഭവനിൽ നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. രാവിലെ 9:30 മുതൽ വൈകിട്ട് 4 മണി വരെയാണ് പൂർണ്ണമായി സൗജന്യമായി സെമിനാർ നടക്കുന്നത്. രംഗീഷ് കടവത്ത്, ജോമോൻ ഫാഗ്യൂസ്, ഡോക്ടർ B സന്ദീപ് എന്നിവർ ക്ലാസ് എടുക്കും. മാനസിക പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർക്കും കൗൺസിലിംഗ് ആവശ്യമുള്ളവർക്കും കൃത്യമായ മാർഗനിർദ്ദേശങ്ങളും മൊബൈൽ അഡിക്ഷൻ, മാനസികാരോഗ്യം എന്നീ വിഷയങ്ങളിൽ ബോധവൽക്കരണവും ആവശ്യമായ ഗൈഡൻസും, ഡിജിറ്റൽ അഡിക്ഷൻ, ഫോൺ ആസക്തി എന്നിവയ്ക്ക് ആവശ്യമായ ഗൈഡൻസും നൽകും. ആരെയാണ് എന്താണ് എന്നുള്ള കാര്യത്തിൽ സംശയം മാത്രം മുൻനിർത്തിക്കൊണ്ട് ഓരോ ദിവസവും ഇതിന്റെ തീവ്രത കൂടിക്കൊണ്ടിരിക്കുന്നു. ഈ നമുക്ക് കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ ഒരു വലിയ കണക്ക് നമ്മൾ വെള്ളിയാങ്കാവ് ടോൾ പ്ലാസയ്ക്ക് സമീപം ഏകദേശം 3.3 കിലോഗ്രാം MDMA, ഏകദേശം 3 കോടി രൂപയുടെ MDMA പിടിച്ച വാർത്ത പ്രത്യേകിച്ച് ഞാൻ നിങ്ങളോട് നോട്ടിഫിക്കേഷൻ ചെയ്യാം. ഈ 3 കോടി രൂപയുടെ MDMA പിടിക്കുന്ന സമയത്ത് നമുക്ക് ഒരു കാര്യം അറിയാം. ഇന്ന് അതിന്റെ ഒരു മാസം മുമ്പില് നമ്മുടെ വിമുക്തി അല്ലെങ്കിൽ കേരള എക്സൈസ് വകുപ്പ് ഒരു വലിയ മദ്യത്തിന് പ്രത്യേകിച്ച് മയക്കുമരുന്ന് വേഷം നടത്തിക്കൊണ്ടിരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ആ പന്തിരങ്കാവിൽ ടോൾ പ്ലാസയ്ക്ക് അടുത്തിരിക്കുന്ന ആ വലിയ മയക്കുമരുന്ന് വേണ്ട നമ്മുടെ മുമ്പിൽ കാണുന്നത്. സമൂഹത്തിലെ ഏറ്റവും ഉന്നതരായിരിക്കുന്ന അല്ലെങ്കിൽ ഇന്ന് സമൂഹം ഏറ്റവും കൂടുതൽ കാണുന്ന ആൾക്കാരായിരിക്കുന്ന സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ അടക്കം അതിൻ്റെ അകത്ത് കേസിൻ്റെ അകത്ത് പെട്ടിട്ടുണ്ട്.
ഈ 3 കോടി രൂപയുടെ മദ്യം അല്ലെങ്കിൽ ഈ MDMA എന്ന് പറയുന്ന സാധനം കൊച്ചി ആരംഭിച്ചിരിക്കുന്ന വൈറ്റ് കോളർ അതുപോലെ തന്നെ ഈ മയക്കുമരുന്ന് വേട്ട അതും നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളായി പത്രത്തിൽ വായിക്കാൻ പറ്റിയാണ്. സെമിനാറിൽ സംബന്ധിക്കാൻ മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യണം. വാർത്താ സമ്മേളനത്തിൽ സി ബിജു, പ്രിൻസ് ജോസഫ്, ദിനേശ് ബാബു, MR അനിൽ, സുനിൽ കുഞ്ഞുമോൻ എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. സംസ്കൃതി ആലക്കോട് വിവിധ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. ആലക്കോട് വലിയ വീട്ടിൽ A. കൃഷ്ണൻ പണിക്കരുടെ പേരിൽ ഏർപ്പെടുത്തിയ പൂരക്കളി കലാരംഗത്തെ സമഗ്ര സംഭാവന പുരസ്കാരം പലേരി നാരായണൻ കോമരത്തിനും, കാഞ്ഞങ്ങാട് KP കൃഷ്ണഗുരുവിന്റെ പേരിൽ ഏർപ്പെടുത്തിയ നാടക പ്രതിഭയ്ക്കുള്ള അവാർഡ് K. മോഹനൻ പെരിയയ്ക്കും, സംസ്കൃതി ഏർപ്പെടുത്തിയ പ്രഥമ വാദ്യകല അവാർഡ് മോഹനൻ മാരാർ പുല്ലൂരിനും നൽകുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സംസ്കൃതി ആലക്കോട് വിവിധ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. ആലക്കോട് വലിയ വീട്ടിൽ A. കൃഷ്ണൻ പണിക്കരുടെ പേരിൽ ഏർപ്പെടുത്തിയ പൂരക്കളി കലാരംഗത്തെ സമഗ്ര സംഭാവന പുരസ്കാരം പലേരി നാരായണൻ കോമരത്തിനും, കാഞ്ഞങ്ങാട് KP കൃഷ്ണഗുരുവിന്റെ പേരിൽ ഏർപ്പെടുത്തിയ നാടക പ്രതിഭയ്ക്കുള്ള അവാർഡ് K. മോഹനൻ പെരിയയ്ക്കും, സംസ്കൃതി ഏർപ്പെടുത്തിയ പ്രഥമ വാദ്യകല അവാർഡ് മോഹനമാരാർ പുല്ലൂരിനും നൽകുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. നാടൻ കലകൾ അവതരിപ്പിക്കുകയാണ് മെയിൻ ജോലി. പൂരക്കളി, കോൽക്കളി, ഡപ്തുമുട്ട് പിന്നെ തുടങ്ങി അങ്ങനെ നാടൻ കലകളെല്ലാം പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് അവരുടെ ലക്ഷ്യം. അത് ഒരുവിധം നന്നായി എല്ലാ കാലത്തും നടത്തിക്കൊണ്ടിരിക്കുന്നു. അതിനിടയിൽ അവർ ഈ രംഗത്ത് പണിയെടുത്ത പല ആളുകളെയും മരിച്ചുപോയവരുടെ പേരിൽ ഒരു അവാർഡ് ഉണ്ടാക്കാൻ തീരുമാനിച്ചു. അങ്ങനെയാണ് ആ നാട്ടിലെ ഏറ്റവും വലിയ പൂരക്കളി പണിക്കരായിരുന്നു ആലക്കോടൻ കൃഷ്ണപണിക്കർ എന്നൊരാൾ. അയാൾ 94 വയസ്സ് വരെ ആ രംഗത്തുണ്ടായിരുന്നു. 94ാമത്തെ വയസ്സിലാണ് പൂരക്കളി കളിച്ചുകൊണ്ടിരിക്കാനും മരിച്ചത്. വലിയ പണ്ഡിതനായിരുന്നു ആ രംഗത്ത്. അയാളുടെ പേരിൽ ഒരു അവാർഡ് കൊടുക്കാൻ തീരുമാനിച്ച് മക്കളോട് പറഞ്ഞപ്പോൾ മക്കൾ ഏറ്റെടുത്ത് അതിൻ്റെ അവാർഡ് തുക ഞങ്ങൾ തരാം. അങ്ങനെ അയാൾ എല്ലാ കൊല്ലം അയാളുടെ പേരിൽ പൂരക്കളിക്ക് വേണ്ടി അവാർഡ് കൊടുക്കുന്ന പരിപാടി. മറ്റൊന്ന് പൗരാണിക നാടകം മുതൽ ഇന്നത്തെ സാംസ്കാരിക രംഗത്തുണ്ടാകുന്നവരിലെ നാടക രംഗത്ത് കുറച്ച് വലിയൊരാളായിരുന്നു കാഞ്ഞങ്ങാട്ടെ കൃഷ്ണഗുരു. വിദ്യശാല എല്ലാവർക്കും അറിയാം, പഴയ ഞാനൊക്കെ അറിയാം, ഇപ്പോഴത്തെവർക്ക് അറിയില്ല എല്ലാവരും. കാഞ്ഞങ്ങാട്ടെ കൃഷ്ണഗുരു പറഞ്ഞാൽ പണ്ടേ സ്വാതന്ത്ര്യ സമര സേനാനി, പഴയ കോൺഗ്രസിൻ്റെ വലിയ ആൾ, നാടകരംഗത്തും കലാരംഗത്തും വലിയ പങ്കുവയ്ക്കുന്ന ആളാണ്. ഞങ്ങൾക്ക് എല്ലാം അറിയാം. നാടകം വേഷം കെട്ടുന്ന ആളും അതുപോലെ സംവിധായകനും ഹാർമോണിസ്റ്റ്, നല്ല പാട്ടുകാരൻ തുടങ്ങിയ എല്ലാ ആളായിരുന്നു. പൂരക്കളിയുടെയും നാടകത്തിന്റെയും പേരിലുള്ള അവാർഡ് ജേതാക്കൾക്ക് 10,001 രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് അവാർഡ്. വാദ്യകല അവാർഡ് ജേതാവിന് 5,001 രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് അവാർഡ്. വാർത്താ സമ്മേളനത്തിൽ സംസ്കൃതി ആലക്കോട് രക്ഷാധികാരികളായ മുൻ MLA K. കുഞ്ഞിരാമൻ, T. നാരായണൻ, T. ബാലൻ, സെക്രട്ടറി PV പത്മനാഭൻ എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പാചകവാതക വിലവർദ്ധനവിനെതിരെ പ്രതിഷേധം ശക്തമാവുന്നു. വ്യാപാരി വ്യവസായ സമിതിയുടെ നേതൃത്വത്തിൽ പന്തം കൊളുത്തി പ്രകടനം നടത്തി. വ്യാപാരി വ്യവസായി സമിതിയുടെ നേതൃത്വത്തിൽ കേന്ദ്ര സർക്കാരിന്റെ ഭീമമായ ഗ്യാസ് വില വർധനവിൽ പ്രതിഷേധിച്ച് ചൌക്കിയിൽ പന്തം കൊളുത്തി പ്രതിഷേധം സംഘടിപ്പിച്ചു. പ്രതിഷേധ പരിപാടിയിൽ നിരവധി പേർ പങ്കെടുത്തു. ഹോട്ടൽ മേഖലയെ സംരക്ഷിക്കുക. സമിതി ജില്ലാ ജോയിന്റ് സെക്രട്ടറി റിയാസ് ഉദ്ഘാടനം ചെയ്തു. ഇപ്പോൾ അനിശ്ചിതകാലത്തേക്ക് കടകളെല്ലാം ഈ ഹോട്ടൽ വ്യാപാര മേഖല മൊത്തം സ്തംഭിക്കുന്ന രീതിയിലേക്കാണ് സർക്കാർ, കേന്ദ്ര സർക്കാർ 1,000-ഓളം രൂപ ഒറ്റയടിക്ക് കൂട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇത് എന്ത് വെച്ചാലും പ്രതിഷേധാർഹമായ ഒരു കാര്യമാണ്. ഇതിനെ ഒരിക്കലും ഒരു കാരണവശാലും നമുക്ക് ന്യായീകരിക്കില്ല. കാരണം പെട്രോൾ, ഡീസൽ, ഗ്യാസ് വെള്ളം പോലെ കിട്ടുന്ന സമയത്ത് നമുക്ക് കുറക്കാത്ത സമയത്ത് ഇപ്പോൾ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞിട്ട് 1,000-ഓളം രൂപ, 100-200 രൂപയാണെങ്കിൽ നമുക്ക് 1 രൂപ 2 രൂപ കൂട്ടിയിട്ട് നമുക്ക് പലഹാരത്തിനും
മറ്റു ഭക്ഷണ സാധനത്തിനൊക്കെ ഞങ്ങൾക്ക് പിടിച്ചു നിൽക്കാമായിരുന്നു. ഇങ്ങനെ 1000 രൂപയോളം കൂട്ടുകയാണെങ്കിൽ പിന്നെ നമ്മൾ ഭക്ഷണം നിത്യോപയോഗ സാധനങ്ങളാണ് ചായ ഇപ്പോൾ 10 രൂപക്ക് 15 രൂപയായി. ആ ചായ 30 രൂപക്കോളം കൊടുക്കേണ്ട ഒരു അവസ്ഥയാണ്. അതുപോലെ പലഹാരങ്ങൾ 30 രൂപ കൊടുക്കേണ്ട അവസ്ഥയാണ്. മറ്റുള്ള ഭക്ഷണങ്ങൾ 50 രൂപ ഉള്ളത് 100 രൂപക്ക് കൊടുക്കേണ്ട ഒരു അവസ്ഥയിലേക്കാണ് കടന്നു പോയിരിക്കുന്നത്. ഒരു പ്രാവശ്യം ഭക്ഷണം കഴിച്ച ആളുകൾ പിന്നെ ആ ഹോട്ടലിലേക്ക് തിരിഞ്ഞു വരില്ല. കാരണം നിശ്ചയമായ വേതനം കൊണ്ട് 1000-800 രൂപയൊക്കെ ശമ്പളം വാങ്ങിച്ചിട്ട് അവൻ ഈ ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കുമോ അല്ല അവൻ്റെ കുടുംബത്തെ നോക്കുമോ എന്നുള്ളത് അറിയില്ല. ഒരു ദിവസം 100-200 രൂപയ്ക്ക് ഭക്ഷണം കഴിക്കുന്ന ആളുകൾ നേരെ 400 രൂപയൊക്കെ ഭക്ഷണം കഴിച്ചാൽ മിച്ചം വരുന്ന ചെറിയൊരു പൈസ അതുകൊണ്ട് അവൻ്റെ കുടുംബത്തെ ഒരു കാരണവശാലും നോക്കാൻ പറ്റാത്തൊരവസ്ഥയുണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ഈ വർദ്ധിച്ച വില വർധനവ് കേന്ദ്ര സർക്കാർ പിൻവലിക്കണമെന്നും അല്ലാത്ത പക്ഷം വ്യാപാരികൾ ഒന്നടങ്കം ഇന്ത്യയിലടക്കം മുഴുവനായും ഞങ്ങൾ ശക്തമായ പ്രതിഷേധം നടത്തുമെന്നും ഇതൊരു വാണിംഗ് എന്ന രീതിയിലാണ് ഞങ്ങൾ ഇന്ന് സമരം നടത്തിയിട്ടുള്ളത്. വനിതാ വിംഗ് സെക്രട്ടറി ജാനകി ചൗക്കി അധ്യക്ഷത വഹിച്ചു. ഏരിയ സെക്രട്ടറി പ്രകാശൻ സ്വാഗതവും യൂണിറ്റ് സെക്രട്ടറി വെങ്കടേഷ് രംഗഭട്ട് നന്ദിയും പറഞ്ഞു. ഏരിയ കമ്മിറ്റി അംഗം പ്രമോദ്, ഇക്ബാൽ ചൗക്കി, നവാസ് നസൽ, സാജിദ് ചൗക്കി, ശശി ചൗക്കി, സലാവുദ്ദീൻ, അബ്ദുള്ള ചൗക്കി, ഹനീഫ, ഹോട്ടൽ നൈറ്റ് സ്ട്രീറ്റ് തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ചെമ്മട്ടം വയൽ ഈങ്ങയിൽ വീട് തറവാട് കളിയാട്ട ഉത്സവം ഭക്തിയുടെ നിറവിൽ നടന്നു. വിവിധ തെയ്യങ്ങൾ അരങ്ങിലെത്തി ഭക്തരെ അനുഗ്രഹിച്ചു. പുരാതനവും ഐതിഹ്യ പെരുമയാൽ സമ്പന്നവുമായ ചെമ്മട്ടം വയൽ ഈങ്ങയിൽ വീട് തറവാട് കളിയാട്ട ഉത്സവത്തിന് ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ സമാപനമായി. നിരവധി തെയ്യങ്ങൾ ഭക്തർക്ക് അനുഗ്രഹം നൽകി. രണ്ട് ദിവസങ്ങളിലായി നടന്ന ഉത്സവത്തിന്റെ ആദ്യ ദിവസം ക്ഷേത്രം തന്ത്രിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ഗണപതി ഹോമം നടന്നു. തുടർന്ന് വിഷ്ണുമൂർത്തിയുടെ കുളിച്ചുതോട്ടം, പൊട്ടൻ തെയ്യത്തിന്റെ തോട്ടം എന്നിവ നടന്നു. രണ്ടാം ദിവസം രാവിലെ പൊട്ടൻ തെയ്യം അരങ്ങിലെത്തി ഭക്തർക്ക് അനുഗ്രഹം നൽകി. ഉച്ചയ്ക്ക് 1 മണിക്ക് ചെണ്ടമേളത്തിന്റെയും ചിലമ്പൊലി നാദത്തിന്റെയും ഭക്തി ആർപ്പുവിളികളുടെയും അകമ്പടിയിൽ വിഷ്ണുമൂർത്തി ഉറഞ്ഞാടി ഉരിയാടി ഭക്തർക്ക് അനുഗ്രഹം നൽകി. തുലാഭാരം, അനുബന്ധ പ്രാർത്ഥനകൾ, കലാപരിപാടികൾ, അന്നദാനം എന്നിവയും ഉത്സവത്തിന്റെ ഭാഗമായി നടന്നു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പടന്നയിലെ ശൈശവ വിവാഹത്തിൽ ബാലാവകാശ കമ്മീഷന്റെ ഇടപെടൽ. പെൺകുട്ടിയെ സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറ്റണമെന്ന പരാതി പരിഗണിക്കാൻ ബാലാവകാശ കമ്മീഷൻ DGPക്ക് നിർദ്ദേശം നൽകി. നിയമസഭാ തെരഞ്ഞെടുപ്പ്. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ച മാതൃകാ പെരുമാറ്റച്ചട്ടം അവസാനിച്ചു. മഞ്ചേശ്വരത്ത് കെട്ടിവെച്ച തുക നഷ്ടപ്പെട്ട് CPIM. ആകെ പോൾ ചെയ്ത വോട്ടിന്റെ 6ൽ 1 കിട്ടാത്തവർക്കാണ് കെട്ടിവെച്ച തുക നഷ്ടമാവുക. അന്താരാഷ്ട്ര നഴ്സസ് വാരാഘോഷം കാസർഗോഡ് ജില്ലയിൽ ആരംഭിച്ചു. മെയ് 5 മുതൽ 12 വരെയാണ് വിവിധ പരിപാടികളോടെ ജില്ലയിൽ വാരാഘോഷ പരിപാടികൾ നടക്കുന്നത്. UDFിലെ സന്ദീപ് വാര്യരുടെ തെരഞ്ഞെടുപ്പ് വിജയാഹ്ലാദത്തിന്റെ മറവിൽ തൃക്കരിപ്പൂർ തങ്കയത്തെ CPM ഓഫീസായ EK നായനാർ മന്ദിരത്തിന് നേരെയുണ്ടായ അക്രമത്തിൽ പ്രതിഷേധിച്ച് LDFന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടത്തി. അപകടത്തുരുത്തായി മഞ്ചേശ്വരം ബീച്ച്. 3 ആഴ്ചയ്ക്കിടെയുണ്ടായത് 2 മരണം. കേരള ബാസ്കറ്റ്ബോൾ അസോസിയേഷൻ നടത്തുന്ന സംസ്ഥാന യൂത്ത് ബാസ്കറ്റ്ബോൾ ചാമ്പ്യൻഷിപ്പ് അലാമിപ്പള്ളി ഇൻഡോർ സ്റ്റേഡിയത്തിൽ ആരംഭിച്ചു. ഉദ്ഘാടന മത്സരത്തിൽ കാസർഗോഡ് ജില്ലയുടെ ആൺകുട്ടികളുടെ ടീം 9-നെതിരെ 61 പോയിന്റ് നേടി വയനാടിനെ തോൽപ്പിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.